പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒതുങ്ങി നിൽക്കണം. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗിൽ പാമ്പുണ്ട്. കിറ്റൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തോളിലിടാൻ പറ്റുന്ന ഒരു ബാഗിനകത്ത് വരുന്ന ഇത്രയും സംഗതികളാണ്. 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ നീളമുള്ള പൈപ്പാണ്. ഇഴഞ്ഞു വരുന്ന പാമ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് ഡയറക്റ്റ് അതിനകത്തേക്ക് വന്ന് കയറത്തക്ക രീതിയിൽ വേണമെങ്കിൽ ഇതിനെ ബാഗിലേക്ക് ആക്കാം. അത് വായു കടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പമുള്ള പാമ്പിനെ ഇതിനകത്ത് കയറ്റാൻ പറ്റും. പത്തിയെടുത്ത് നിൽക്കുന്ന പാമ്പിൻ്റെ തലഭാഗത്ത് ബോട്ടിൽ കമഴ്ത്തിയിട്ട് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. അത് പാമ്പിന്റെ നട്ടലിന് വലിയ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 2500ഓളം ആളുകൾക്കാണ് വനം വകുപ്പ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശീലനം ലഭിച്ചവർ നാട്ടിൽ നിന്ന് പ്രതിവർഷം 12,000-ലധികം പാമ്പുകളെ പിടികൂടുന്നുണ്ട്. ഇത്തരത്തിൽ പാമ്പ് പിടിക്കുന്നതിനായി പരിശീലനം നേടാൻ ആഗ്രഹമുള്ളവർ ഒന്നുകിൽ വനം വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ ഓഫീസിൽ അപേക്ഷ നൽകണം, അല്ലെങ്കിൽ സർപ്പ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. നാട്ടിലെ പാമ്പ് പിടുത്തക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറും സർപ്പ ആപ്പിൽ ലഭ്യമാണ്. 3 വർഷത്തിലധികമായി പാമ്പിനെ പിടിക്കാൻ വനംവകുപ്പ് പരിശീലനം നൽകുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പം പാമ്പുകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണിത്. റിപ്പോർട്ടർ, ആലപ്പുഴ.